എപ്പോൾ വേണമെങ്കിലും ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീണേക്കാവുന്ന ആ ഉറക്കത്തിൽ നിന്നും എപ്പോൾ ഉണരാൻ സാധിക്കുമെന്ന് യാതൊരു ഉറപ്പുമില്ലാതെ ഒരു സാഹചര്യത്തെക്കുറിച്ച് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുമോ? നമുക്കൊപ്പം സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നവർ, ഒപ്പം നടന്നു പോകുന്നവർ, ഒരുമിച്ച് ജോലി ചെയ്യുന്നവർ സാഹചര്യം മറന്ന് കൺമുന്നിൽ ഗാഢനിദ്രയിലേക്ക് കൂപ്പുകുത്തുന്നത് ആലോചിച്ചു നോക്കൂ. പഴയ സോവിയറ്റ് യൂണിയന്റെ ഭാഗമായിരുന്ന ഒരു സെൻട്രൽ ഏഷ്യൻ രാജ്യമാണ് കസാക്കിസ്ഥാൻ. ചൈനയും റഷ്യയുമായി അതിർത്തി പങ്കിടുന്ന കസാക്കിസ്ഥാന് ചരിത്രത്തിൽ ഇടം പിടിക്കാൻ ചെറുത്തുനിൽപ്പിന്റെയും ഉയർത്തെഴുന്നേൽപ്പിന്റെയും പല കഥകളും പങ്കുവയ്ക്കാനുണ്ടെങ്കിലും സമീപകാല വാർത്തകളിൽ കസാക്കിസ്ഥാൻ നിറഞ്ഞു നിൽക്കാൻ കാരണമായത് ഇനിയും ചുരുളഴിയാത്ത ഒരു രഹസ്യത്തിന്റെ ഉറവിടമായാണ്. നിന്ന നിപ്പിൽ അപ്രതീക്ഷിതമായി ഏതൊരാളെയും ഉറക്കത്തിലേക്ക് വലിച്ചു താഴ്ത്തുന്ന കലാച്ചി എന്ന ഗ്രാമം കസാക്കിസ്ഥാനെ വാർത്തകളിൽ നിറയ്ക്കുകയും ഒടുവിൽ ആധുനിക വൈദ്യശാസ്ത്ര രംഗത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുമായി ഒരു പ്രേത നഗരമായി അവശേഷിപ്പിക്കുകയും ചെയ്ത സംഭവം 10 വർഷങ്ങൾക്കിപ്പുറവും ചുരുളഴിയാത്ത രഹസ്യമായി അവശേഷിക്കുകയാണ്. വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ നാം ഇന്ന് പരിശോധിക്കുന്നത് സമീപകാലത്ത് കലാച്ചി എന്ന കസാക്കിസ്ഥാൻ ഗ്രാമത്തിൽ നടന്ന അപൂർവ പ്രതിഭാസത്തിന്റെ ചരിത്രമാണ്. ഭൂപ്രകൃതിയിലും താമസ സൗകര്യങ്ങളാലും സ്വയം പര്യാപ്തത കൈവരിച്ചുകൊണ്ടിരുന്ന കലാച്ചി എന്ന കസാക്കിസ്ഥാൻ ഗ്രാമം ജനസാന്ദ്രതയിൽ ചെറുതെങ്കിലും സുഖകരമായ ദൈനംദിന ജീവിതവുമായി മുന്നോട്ടു പോകുന്ന ഗ്രാമവാസികൾ. ഒരു നഗരത്തിലേക്കുള്ള വളർച്ചയുടെ പാതയിലായിരുന്ന കലാച്ചി ഗ്രാമത്തിനുമേൽ 2013 ഒരു പ്രേതബാധ പോലെ ആ ദുരന്തം വന്നു പതിക്കുന്നത്. ഏകദേശം 600-നടുത്ത് മാത്രം ജനസംഖ്യയുണ്ടായിരുന്ന കലാച്ചി ഗ്രാമവാസികൾ പലരും നിന്ന നിപ്പിൽ ഗാഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീഴാൻ തുടങ്ങി. ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ, ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ, വാഹനം ഓടിക്കുന്നതിനിടയിൽ, വെറുതെ നിൽക്കുന്നതിനിടയിൽ പലരും സ്ഥലകാല ബോധമില്ലാതെ ഉറക്കത്തിലേക്ക് വഴുതി വീണു. ചിലർ ഏതാനും മണിക്കൂറുകൾക്കകം ഉറക്കം ഉണർന്നപ്പോൾ മറ്റു ചിലർ ദിവസങ്ങളോളം സുഖമായി ഉറങ്ങി. 6 ദിവസം വരെ തുടർച്ചയായി ഉറങ്ങിയവരുമുണ്ട് ഇക്കൂട്ടത്തിൽ. ഉറക്കമുണർന്നവർക്ക് തനിക്ക് എന്താണ് സംഭവിച്ചതെന്ന സ്ഥലകാല ബോധം തിരിച്ചു കിട്ടാൻ വീണ്ടും മണിക്കൂറുകൾ വേണ്ടിവന്നു. ചിലർ പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾ പ്രകടിപ്പിച്ചപ്പോൾ മറ്റു ചിലർക്ക് സമീപകാല ഓർമ്മകളെ നഷ്ടമായിരുന്നു. ശരീരം തളർന്നു പോകൽ, ഹൈപ്പർ ആക്ടിവിറ്റി, തലകറക്കം തുടങ്ങി കണ്ടു നിൽക്കുന്ന ആരെയും ഭയപ്പെടുത്തുന്ന വിധമാണ് പലരും ഉണർന്ന ശേഷം പ്രതികരിച്ചിരുന്നത്. ആദ്യം ചിലരിൽ മാത്രം ആരംഭിച്ച ഈ അപ്രതീക്ഷിത ഉറക്കം കുട്ടികളെന്നോ സ്ത്രീകളെന്നോ മുതിർന്നവരെന്നോ ഇല്ലാതെ 600 പേരടങ്ങുന്ന ഗ്രാമത്തിലെ 100ഓളം പേരെ ബാധിച്ചതായി കണക്കുകൾ വ്യക്തമാക്കുന്നു. ക്ലാസ് നടക്കുന്നതിനിടെ ഒരു ക്ലാസ് മുറിയിലെ മുഴുവൻ വിദ്യാർത്ഥികളും അപ്പാടെ ഗാഢമായ നിദ്രയിലേക്ക് വഴുതി വീണതാണ് റിപ്പോർട്ട് ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ സംഭവം. ഇതോടെ കലാച്ചിയെ ബാധിച്ച അപ്രതീക്ഷിത ഉറക്കത്തിന്റെ വാർത്ത കെട്ടുകഥകളുടെ മേമ്പടിയോടെ രാജ്യം മുഴുവൻ പടർന്നു. കലാച്ചിയുടെ രഹസ്യം അന്വേഷിച്ച് ഗ്രാമത്തിലേക്ക് എത്തുന്ന മാധ്യമ പ്രവർത്തകരുടെയും ഗവേഷകരുടെയും സർക്കാർ ഉദ്യോഗസ്ഥരുടെയും എണ്ണം ഇതോടെ വർദ്ധിച്ചു. എന്നാൽ അവർക്കും രക്ഷയുണ്ടായിരുന്നില്ല. കലാച്ചിക്കുമേൽ പതിച്ച ഉറക്കത്തിന്റെ അദൃശ്യകരങ്ങളേറ്റ് ഇത്തരം സന്ദർശകർ പലരും അപ്രതീക്ഷിത ഉറക്കത്തിലേക്ക് വഴുതി വീണുകൊണ്ടിരുന്നു. കലാച്ചിക്ക് പിന്നിലെ രഹസ്യം കണ്ടെത്തുക എന്നത് സർക്കാരിന് മുന്നിൽ ഇതോടെ വലിയ വെല്ലുവിളിയായി മാറി. മന്ത്രവാദ സാധ്യത മുതൽ ഗ്രാമത്തിലെ വായുവിന്റെ ഗുണനിലവാരം, വെള്ളത്തിന്റെയും മണ്ണിന്റെയും ഗുണമേന്മ, റേഡിയേഷൻ നില, ഉറക്കം ബാധിച്ചവരിലെ വൈദ്യ പരിശോധന, പകർച്ചവ്യാധികളുടെ സാന്നിധ്യം തുടങ്ങി സാധ്യമായ എല്ലാ പരിശോധനകളും സർക്കാർ നടത്തി. എന്നാൽ പരിശോധനാ ഫലങ്ങളെല്ലാം നെഗറ്റീവായിരുന്നു. ആർക്കും പിടികൊടുക്കാതെ കലാച്ചിയുടെ രഹസ്യം ആ മണ്ണിലുറങ്ങി. ഉത്തരം കണ്ടെത്തിയേ തീരുവെന്ന വാശിയിൽ ഗവേഷകർ പുതിയ സാധ്യതകൾ തിരിഞ്ഞിറങ്ങി. അങ്ങനെയാണ് സോവിയറ്റ് യൂണിയൻ പണ്ട് ഉപേക്ഷിച്ചു പോയ ഒരു യുറേനിയം മൈൻ കലാച്ചിയിലുണ്ടെന്ന കാര്യം ശ്രദ്ധയിൽപ്പെടുന്നത്. മൈനിൽ നിന്ന് പുറപ്പെടുന്ന റേഡിയേഷനോ കാർബൺ മോണോക്സൈഡോ ഹൈഡ്രോ കാർബൺസുമാകാം കാരണമെന്ന നിഗമനത്തിൽ ഇതോടെ അധികൃതർ എത്തി. എന്നാൽ ശാസ്ത്രീയ പരിശോധനകളിൽ റേഡിയേഷന്റെ സ്വാധീനം കണ്ടെത്താൻ സാധിക്കാത്തതും ഗ്രാമത്തിലെ ചിലർക്ക് മാത്രം ഗാഢനിദ്രയുടെ അനുഭവം ഉണ്ടാകുന്നതും മൈനുമായി ബന്ധപ്പെട്ട വാദങ്ങൾ തെറ്റാണെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു. കലാച്ചിയുടെ രഹസ്യം ഉത്തരം കിട്ടാത്ത സമസ്യയായി അവസാനിക്കുമെന്ന് ഉറപ്പായതോടെ ആ സത്യത്തിനായുള്ള അന്വേഷണം അവസാനിപ്പിക്കാൻ കസാക്കിസ്ഥാൻ സർക്കാർ തീരുമാനിച്ചു. അങ്ങനെ 2015 3 വർഷം നീണ്ട ഉറക്ക ഭീതിയിൽ നിന്നും ആ ഗ്രാമവാസികളെ സർക്കാർ മോചിപ്പിച്ചത് ഗ്രാമത്തെ ഒന്നാകെ മറ്റൊരു സ്ഥലത്തേക്ക് പറിച്ചു നട്ടുകൊണ്ടാണ്.
ജനവാസമില്ലാതെ പ്രേത നഗരമായി അവശേഷിച്ച കലാച്ചി ഗ്രാമത്തെ ക്രമേണ ആ പ്രതിഭാസം വിട്ടൊഴിഞ്ഞുവെന്നാണ് സർക്കാർ അവകാശപ്പെടുന്നത്. എന്നാൽ ഇന്നും തങ്ങളുടെ പഴയ ഗ്രാമത്തിലേക്ക് മടങ്ങിപ്പോകാൻ കലാച്ചിയിലെ ജനങ്ങളോ പ്രദേശവാസികളോ തയ്യാറായിട്ടില്ല. കാരണം ഇനിയും ഒരിക്കൽ കൂടി ആ നിഗൂഢമായ ഉറക്കത്തിലേക്ക് വഴുതി വീണാൽ തിരിച്ച് ജീവിതത്തിലേക്ക് ഉറക്കമുണർന്ന് മടങ്ങി വരാൻ സാധിക്കുമോ എന്ന കാര്യത്തിൽ ഇന്നും അവർക്ക് സംശയമാണ്. അധികാരികളിലും ഇതേ സംശയം അവശേഷിക്കുന്നതിനാൽ കലാച്ചിയിലെ പുനരധിവാസത്തിന് സർക്കാരും തയ്യാറായിട്ടില്ല. ആധുനിക വൈദ്യശാസ്ത്രത്തിന് പോലും പിടിതരാതെ കലാച്ചി ഇന്നും ഭൂമിയിൽ നിലനിൽക്കുന്നു. വൈദ്യശാസ്ത്ര രംഗത്തെ ചരിത്രാന്വേഷണങ്ങളിൽ മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. സ്റ്റേ ഹെൽത്തി.